അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുൽക്കൂട് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. പുൽക്കൂട് മാത്രമല്ല, കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞാനിങ്ങനെ നോക്കി നടക്കുവാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ബാക്കിയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ആ പുൽക്കൂട് കണ്ടോ, അത് നമ്മുടെ ജോളിമ വാങ്ങിച്ച പുൽക്കൂടാണേ. അപ്പം നമുക്കൊരു പുൽക്കൂടിൻ്റെ കുറവ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ജോളിയമ്മ ആ പുൽക്കൂട് വാങ്ങിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് അതിന് 900 സംതിങ് എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ട്രീ ഞാനും ആളുക്കുട്ടനും കൂടി 2 പേരോട് കൂടി കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അങ്ങനെ വാങ്ങിച്ചതാണേ. അതിന് എത്ര രൂപയായിരിക്കും അല്ലേ? അതിന് വെറും 250 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ട്രീക്ക്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ, ട്രീക്ക് ഇപ്പം നല്ല വിലയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അത്രേ ഉള്ളൊരു ട്രീക്ക് തന്നെ നല്ല പൈസ കൊടുക്കേണ്ടടുത്ത് ഞങ്ങൾ വെറും 250 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് വേറെ എവിടെയല്ല, നമ്മുടെ ഏറ്റുമാനൂർ തന്നെ ക്രിസ്മസ് വിപണി മേള എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ചുമ്മാ കയറിയപ്പോഴത്തേനും അതിൻ്റെ സ്റ്റാൻഡ് പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റാൻഡായിരുന്നു. അതുകൊണ്ട് അത് 250 രൂപയ്ക്കും പ്ലാസ്റ്റിക് അല്ലാണ്ടുള്ള സ്റ്റാർ പോട്ടെ ട്രീ ആണെന്നുണ്ടെങ്കിൽ 700 സംതിങ് ആയിരുന്നു അവർ വില പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ, നമ്മളൊന്ന് യൂസ് ചെയ്യും എടുത്ത് വെക്കും, അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അങ്ങനെ വാങ്ങുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കോട്ടയത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളായിരുന്നേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം തന്നെ കച്ചിയെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാനിതാ ഇതുപോലെ ഒരു കോട്ടൺ റോളാണ് എടുക്കുന്നത്. അപ്പോൾ കോട്ടൺ റോള് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ, ഇതുപോലെ കോട്ടൺ റോളുകളായിട്ട് വാങ്ങാൻ വേണ്ടി. ഇത് നമ്മുടെ ജോളിയമ്മ വാങ്ങിച്ച കോട്ടൺ റോളായിരുന്നു കേട്ടോ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന പട്ടികറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്മാരൊക്കെ വന്നു പോകുന്ന കരോളുകാരുണ്ടല്ലോ, അവർ വന്നു പോകുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ പട്ടിക്കുട്ടന്മാരെല്ലാം കൂടി കിടന്ന് ഒച്ച വെക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നിരുന്നാലും നമ്മളിതാ നമ്മുടെ പരിപാടിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ ഒരു മഞ്ഞ് തന്നെ അങ്ങോട്ട് തീർത്തേക്കാമെന്നായിരുന്നേ. അപ്പം കുറേ മഞ്ഞ് കൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രദേശം തന്നെ നമ്മൾ അങ്ങോട്ട് തീർക്കുവാണ് കേട്ടോ. അപ്പം ഇപ്പം ദാ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ട് കാണുമായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഞാനിതിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ചിരട്ട കൊണ്ടിട്ട് ഒരു കുളമല്ലല്ലോ, നമ്മുടെ കിണറും പിന്നെ നമ്മുടെ ഇവർക്കെല്ലാവർക്കും ആ വീട്ടിലേക്ക് നമ്മുടെ എന്താ പറയുക, പുൽക്കൂട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷാഡോ അവൻ എങ്ങനെയും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വന്ന് എൻ്റെ കൂടെ ഒന്ന് ഇരുന്നാൽ മാത്രം മതി. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നടക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല കേട്ടോ. അവനെയും കൂടെ ആദ്യമേ തന്നെ പുറത്തേക്ക് ആക്കണം, അതാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ് അവനും ഏറ്റവും ഇഷ്ടം. എനിവേ നമ്മളിതാ നമ്മുടെ ട്രീയുടെ ഏകദേശ സംഭവങ്ങളൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ടൺ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലുക്കായിരുന്നു അത്. പിന്നെ നമ്മൾ അറിയാലോ, നമ്മൾ സ്വന്തമായിട്ട് കളറൊക്കെ അടിച്ച നമ്മുടെ പുൽക്കൂട്ടി വെക്കുന്ന ആൾക്കാരെ എല്ലാവരും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവർ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്നൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, എങ്കിലും നമ്മൾ എല്ലാവരെയും തന്നെ പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ ഇച്ചിരി പ്രൗഡാണ് കേട്ടോ ഇതിൻ്റെ കാര്യത്തിൽ. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്ത് കിടന്ന സാധനം നമ്മൾ കഴുകി വൃത്തിയാക്കി ഈ ഒരു കോളത്തിലോട്ട് എത്തിച്ച് കഴിയുമ്പോഴത്തേനും ഇന്ന് നമ്മുടെ ലാബിലുള്ള ഒരു ചേച്ചി ആ വീഡിയോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിടന്ന സാധനമാണോ ഇങ്ങനെ ആക്കിയെന്നുള്ള ഒരു അഭിനന്ദനം കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന സ്ഥിതിക്ക് എന്തായാലും എനിക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരെയും പെറുക്കി പറഞ്ഞെല്ലാം വെക്കുന്നുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ അല്ലേ. പിന്നെ ഇനി നമുക്ക് മാല ബൾബും കൂടി ഒന്ന് സെറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോയും കൂടി ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഇപ്പം എന്തായാലും നമ്മുടെ അടുത്ത് മാല ബൾബ് ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോഴേ. ഇതിൻ്റെ ഫൈനൽ ലുക്കും ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് പാർട്ട് 2 ആണ്. ഇനി പാർട്ട് 3 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ 3യിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ റെഡിമെയ്ഡ് ചെയ്ത് എടുത്ത സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.